അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. 2 Corinthians chapter 12 verse 2-4. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പരദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. മനുഷ്യൻ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. എനിക്കോ എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതകൾ അല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. ദൈവത്തിന് മഹത്വം. വളരെ പരിതമായിട്ടൊരു വേദഭാഗമാണ്. അനേക സന്ദർഭങ്ങളിൽ ഈ വേദഭാഗത്തെ അധികരിച്ചുള്ള സന്ദേശങ്ങൾ നാം കേട്ടിട്ടുണ്ട്. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അപ്പോസ്തലനായ പൗലോസ് ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുകയാണ്. ആ മനുഷ്യൻ്റെ പ്രത്യേകത ക്രിസ്തുവിലുള്ള മനുഷ്യൻ എന്നാണ്. എന്താണ് ക്രിസ്തുവിലുള്ള മനുഷ്യൻ? ഇതാ ഏത് മനുഷ്യനെ കുറിച്ചാണ് ഈ പറയുന്നത്? നമുക്കറിയാം, വായിച്ച പശ്ചാത്തലത്തിൽ നമുക്കറിയാം ഇത് പൗലോസ് തന്നെക്കുറിച്ച് തന്നെ പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ തേർഡ് പേഴ്സണിലാണ് ഈ മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നുള്ളത് എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നാറുണ്ട്. എന്നാൽ അതിനുശേഷം തൻ്റെ ബലഹീനതകളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ എന്നെക്കുറിച്ച് ഒക്കെ തൻ്റെ വേദനകളും കഷ്ടതകളും താൻ പ്രാർത്ഥിക്കുന്നതുമായിട്ടൊക്കെ പറയും. എന്നാൽ ഈ ക്രിസ്തുവിലുള്ള മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ഒരു 3-ാം സ്ഥാനത്ത് നിന്നുകൊണ്ട് നോക്കിക്കാണുവാനായിട്ടാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിലുള്ള മനുഷ്യൻ എന്താ? ക്രിസ്തുവിലുള്ള മനുഷ്യൻ എന്ന് നാം ചിന്തിച്ചാൽ നമുക്കറിയാം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. രക്ഷിക്കപ്പെട്ട ഏതൊരു ദൈവത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രയോഗം ക്രിസ്തുവിനുള്ള മനുഷ്യൻ എന്നാണ്. ക്രിസ്തുവിലുള്ള മനുഷ്യനെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും? നമുക്കറിയാം, ഈ ആലയിലൊക്കെ പോയി കഴിഞ്ഞാൽ, കൊല്ലൻ്റെ ആലയിൽ അവിടെ പച്ചിരുമ്പൊക്കെ തീക്കകത്തിട്ടിട്ട് നന്നായിട്ട് കാറ്റ് കൊടുത്ത് കത്തിക്കും അല്ലേ? കണ്ടിട്ടുണ്ടോ? കുറേ നേരം ഈ തീക്കകത്ത് ചൂളയ്ക്കകത്ത് കിടന്ന് കത്തിക്കഴിയുമ്പോൾ അല്പം കഴിയുമ്പോൾ ഈ പച്ചിരുമ്പൊക്കെ ഇങ്ങനെ ചുവന്ന് പിന്നെ നല്ല ചൂടായി വരുമ്പോൾ നല്ല മഞ്ഞ നിറത്തിലൊക്കെ വരും അല്ലേ? കുറച്ച് കഴിയുമ്പോൾ തീ ഏതാണ് ഇരുമ്പേതാണെന്ന് അറിഞ്ഞുകൂടാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് വരും അല്ലേ? അവിടെ നമുക്ക് ഇങ്ങനെ പറയാൻ സാധിക്കും, ഇരുമ്പ് തീയിലാണ്. ഇനി ഒരു സംശയം, തീ ഇരുമ്പിനകത്താണോ എന്നൊരു സംശയം നമുക്ക് തോന്നും. എന്തുകൊണ്ടെന്നാൽ ഈ പച്ചിരുമ്പിന് കുറേ നേരം തീക്കകത്തായിരുന്നാൽ തീയുടെ സ്വഭാവങ്ങളൊക്കെ ഇതിന് കിട്ടും. തീയുടെ അതിൻ്റെ നിറം കിട്ടും, തീയുടെ ചൂട് കിട്ടും, പിന്നെ തീയുടെ സ്വഭാവങ്ങൾ ഒക്കെ ഈ ഇരുമ്പിന് ആവേശിക്കുന്നതായിട്ട് സന്നിവേശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരുവൻ ക്രിസ്തുവിലായാൽ, ഒരു വിശ്വാസി ക്രിസ്തുവിലാകുന്നു എങ്കിൽ അവന് ചില സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ട്. ആരുടെ സ്വഭാവമായിരിക്കും? ക്രിസ്തുവിൻ്റെ, കർത്താവിൻ്റെ സ്വഭാവങ്ങൾ അവൻ സ്വാംശീകരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ക്രിസ്തുവിലുള്ള മനുഷ്യൻ ഒരു മോഡിഫൈഡ് മാനല്ല. ഹീസ് എ ന്യൂ മാൻ. അവനൊരു പുതിയ മനുഷ്യനാണ്. അതാണ് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം നമ്മൾ 5-ന്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അവൻ പുതിയ സൃഷ്ടിപ്പാകും, അവൻ പുതിയ മനുഷ്യനാണ്. പഴയതെല്ലാം കഴിഞ്ഞുപോയി, അവൻ പുതുതായി തീർന്നിരിക്കുന്നു. ക്രിസ്തുവിലുള്ള മനുഷ്യൻ പുതിയ മനുഷ്യനാണ്. 2-ാമത്തെ കാര്യം, ക്രിസ്തുവിലുള്ള മനുഷ്യൻ ഒരു ഹൃദയമുണ്ട്. ആ ഹൃദയം പഴയ ഹൃദയമല്ല അല്ലേ? എസ്കേൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാൻ അവന് പുതിയൊരു ഹൃദയം നൽകും അല്ലേ? ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിലാക്കും. കല്ലായിട്ടുള്ള ഹൃദയം ഞാൻ മാറ്റിയിട്ട് മാംസളമായിട്ടുള്ള ഒരു ഹൃദയം നൽകും. അപ്പോൾ ക്രിസ്തുവിലുള്ള മനുഷ്യന് എന്തുണ്ട്? ഒരു പുതിയ ഹൃദയമുണ്ട്. അത് ദൈവം അവന് നൽകുന്ന പുതിയ ഹൃദയമാണ് അല്ലേ? അവനൊരു പുതിയ പ്രകൃതിയുണ്ട്. ക്രിസ്തുവിലുള്ള മനുഷ്യനൊരു പുതിയ പ്രകൃതിയുണ്ട്. എഫേസ്യ ലേഖനം 4-ന്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ നിങ്ങൾ ധരിച്ചിരിക്കുന്നുവല്ലോ. ദൈവ പ്രകൃതിയോൽ അല്ലെങ്കിൽ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ പ്രകൃതി അവനിലുണ്ട്. അവനാണ് ആരെന്ന് പറയുന്നത്? ക്രിസ്തുവിലുള്ള മനുഷ്യൻ എന്ന് പറയുന്നത്. മാത്രമല്ല അവനൊരു ജീവനുണ്ട്, പുതിയ ജീവനുണ്ട് അല്ലേ? റോമാലേഖനം 6-ന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു
ജീവന്റെ പുതുക്കത്തിൽ പുതുജീവന്റെ ഉടമകളാണ് ക്രിസ്തുവിലുള്ളവൻ. മാത്രമല്ല അവനൊരു പുതിയ മനസ്സുണ്ട്. എന്താ? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. ഒരു 1-2-16 വാക്യത്തിൽ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാണ്. പ്രിയമുള്ളവരെ, നാം ക്രിസ്തുവിലുള്ളവരാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവനൊരു പുതിയ ജനനത്തിലൂടെ പുതുജനനം പ്രാപിച്ചവനാണ് അല്ലേ? ആമേൻ ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയില്ല. അവൻ പുതുജനനത്താൽ അവൻ ജനിച്ചവനാണ് അല്ലെ? ആ ജനനത്തെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തില് അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പിന്നെ പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചു. ഞാൻ അനേക വാക്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ സാരമെന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിലുള്ള മനുഷ്യനെ എങ്ങനെ അറിയാം? പൗലോസ് ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിക്കുകയാണ്, ക്രിസ്തുവിലുള്ള മനുഷ്യനെ ഞാൻ അറിയുന്നു. പ്രിയ ദൈവജനമേ, നാം എല്ലാവരും ക്രിസ്തുവിലായവരാണ്. നാം ക്രിസ്തുവിലുള്ളവരാണ്. ഈ സ്വഭാവങ്ങളും പദവികളും ഒക്കെ നാം അവകാശപ്പെടുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ അത് മറ്റുള്ളവർ നമ്മിൽ കാണുവാനായിട്ട് ഇടയാകണം. ക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? നാം ക്രിസ്തുവിലുള്ളവരാണ്. പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് നൽകിയ വലിയൊരു ഭാഗ്യ പദവിയാണ് ക്രിസ്തുവിലായിരിക്കുക എന്നുള്ളത്. നാം ഏതെങ്കിലും സഭയിലായിരിക്കുക എന്നുള്ളതോ ഏതെങ്കിലും സമൂഹത്തിലായിരിക്കുക എന്നുള്ളതോ അതിനകത്ത് വലിയ പ്രാധാന്യമൊന്നുമില്ല. പിന്നെയോ പലപ്പോഴും നമ്മൾ ഊറ്റം കൊള്ളാറട്ടെ, നമ്മൾ ബ്രദറൻ പാരമ്പര്യത്തിലുള്ളവരാണ്. നല്ലതാണ്, എന്നാൽ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ക്രിസ്തുവിലാണോ ഇല്ലയോ എന്നുള്ളതാണ് ഒരുവനെ വ്യത്യസ്തനാക്കുന്നത്. ക്രിസ്തുവിലുള്ളവനാണോ അല്ലയോ എന്നുള്ളതാണ് ഒരു വ്യക്തിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. അവൻ്റെ ഡെസ്റ്റിനിയെ തീരുമാനിക്കുന്നതും ക്രിസ്തുവിലാണോ അല്ലയോ എന്നുള്ളതാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഓരോരുത്തരോടും ചെന്ന് ചോദിക്കുന്ന കാര്യം, എന്താ ഇന്ന കാര്യങ്ങളുണ്ടോ, നിനക്ക് എന്തൊക്കെ വസ്തുവകയുണ്ട്, നിനക്ക് വിദ്യാഭ്യാസമുണ്ട്, ഇതൊന്നുമല്ല. പിന്നെ നീ ക്രിസ്തുവിലാണോ അല്ലെ? ക്രിസ്തുവിലുള്ളവർക്കാണ് വേദപുസ്തകം നൽകുന്ന എല്ലാ പ്രത്യാശയും പദവികളും ഉള്ളത്. ഓക്കെ, ക്രിസ്തുവിലുള്ള മനുഷ്യന്റെ എക്സ്പീരിയൻസസ്, അവൻ്റെ പ്രത്യേകതകൾ, സവിശേഷതകൾ, ഇതിൻ്റെ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കിയാൽ 5 പ്രധാനപ്പെട്ട സവിശേഷതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ സവിശേഷത, ക്രിസ്തുവിലുള്ള മനുഷ്യൻ ആത്മീക ദർശനം ഉള്ളവനാണ്. യെസ്, എ ഹെവൻലി വിഷൻ. അവൻ സ്വർഗീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉള്ളവനാണ്. അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവിലുള്ള മനുഷ്യനെ പരിചയപ്പെടുത്തുമ്പോൾ അവന് ലഭിച്ച ഒരു പ്രത്യേക അവസ്ഥയെക്കുറിച്ച് അല്ലെങ്കിൽ അനുഭവത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു. എന്താ അനുഭവം? അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. എത്ര വർഷം മുമ്പാ? 14 വർഷം മുമ്പ് അല്ലേ? 14 വർഷം മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനാണ്. ഈ ലേഖനം എഴുതുന്നത് AD 57, 56, 57 കാലഘട്ടത്തിലാണ്. അപ്പോസ്തലനായ പൗലോസ് 1-ാം മിഷണറി യാത്രയ്ക്ക് പോകുന്നത് AD 47 കാലഘട്ടത്തിലാണ്. അപ്പോൾ 57-ന്റെ 14 വർഷത്തിന് മുമ്പ് AD 43, ആ കാലഘട്ടത്തിൽ പൗലോസ് എവിടെയായിരുന്നു? 1-ാം മിഷണറി യാത്ര തുടങ്ങിയിട്ടില്ല. അപ്പോസ്തലനായ പൗലോസ് രക്ഷിക്കപ്പെടുന്നത് AD 35, 37 ആ കാലഘട്ടത്തിലാണ്. അങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം പുള്ളിക്കാരൻ ദമസ്കോസിൽ വെച്ച് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ട് 3 വർഷം അറേബ്യയിലായിരുന്നു എന്ന് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിക്കണം. അതിനുശേഷം യെരുശലേമിൽ വന്ന് ശിഷ്യന്മാരെയൊക്കെ കണ്ടു. പക്ഷേ ശിഷ്യന്മാർ അടുപ്പിലൊന്നുമില്ല അല്ലേ? ഇവനാരെ? സഭയെ ഉപദ്രവിച്ചും മുട്ടിച്ച് നടന്നവനാണ്. അവനെ അങ്ങനെ സ്വീകരിക്കുവാനായിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ബർന്നബാസൊക്കെ അതിന് മധ്യസ്ഥത നിൽക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇതിന് ശേഷം താൻ ചില സ്ഥലങ്ങളിലേക്ക് പോയതായിട്ട് കാണുവാൻ സാധിക്കും. ഗലാത്യ ലേഖനം 1-ാം അധ്യായം, ഒരു പേജ് മറിച്ചാൽ മതി. ഓക്കെ, 1-ാം അധ്യായം അതിൻ്റെ 18 മുതൽ. 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായി ഭൂപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി 15 ദിവസം അവനോടുകൂടെ പാർത്തു. എന്നാൽ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തനെയും കണ്ടില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഭോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി. പിന്നെ ഞാൻ സുറിയ, കിലിക്കിയ ദിക്കുകളിലേക്ക് പോയി. യഹൂദിയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയമില്ലാത്തവനായിരുന്നു. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ ആയിരിക്കാം ഈ ദർശനം തനിക്ക് ഉണ്ടായത്.
ഇനി അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ 9:30 വാക്യത്തിൽ അവൻ തർസോസിലായിരുന്നു എന്ന് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എപ്പോഴോ ആയിരിക്കാം. ഇപ്പം ഞാൻ പറയുന്നത്, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ദൗത്യത്തിലേക്ക് അല്ലെങ്കിൽ മിഷണറി യാത്രകളിലേക്ക് പോകുന്നതിന് മുമ്പ് തനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. താൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഏതാണ് ഈ 3-ാം സ്വർഗം? ഏതാ 3-ാം സ്വർഗം? ഏതാണെന്ന് പിന്നീട് പറയുന്നുണ്ട്. തൊട്ട് താഴെ പറയുന്നുണ്ട്, എന്താ? അവൻ പർദീസയോളം എടുക്കപ്പെട്ടു. എന്താ പർദീസ? കർത്താവ് ഇരിക്കുന്ന ഇടം, അതാണ് പർദീസ എന്ന് പറയുന്നത്. അല്ലേ? നമ്മുടെ ക്രൂശിലെ കള്ളനോട് കർത്താവ് പറഞ്ഞ നീന്ന് എന്നോട് കൂടെ കർത്താവിനോടുകൂടെ പർദീസയിൽ. അപ്പോൾ പർദീസ എന്ന് പറഞ്ഞാൽ കർത്താവ് ഇരിക്കുന്ന ഇടമാണ്. അല്ലേ? 3-ാം സ്വർഗം, വേദപുസ്തകത്തിൽ സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. അല്ലേ? സാധാരണ സ്വർഗങ്ങൾ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. അല്ലേ? ഹെവൻസ് ആൻഡ് എർത്ത്. അല്ലേ? സ്വർഗങ്ങളുണ്ട്. സ്വർഗങ്ങൾ എന്ന് പറയുമ്പോൾ നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആകാശത്തെ ഒരു തട്ടായിട്ട് വിവരിച്ചിട്ടുണ്ട്. അത് സ്വർഗങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ആകാശം. അല്ലേ? എന്നാൽ അതിന് മുകളിൽ നക്ഷത്രമണ്ഡലമുണ്ട്. അല്ലേ? അത് 2-ാം സ്വർഗം എന്ന് വേണമെങ്കിൽ നമുക്ക് വിവക്ഷിക്കാം. എന്നാൽ 3-ാം സ്വർഗാദി സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സിംഹാസനം ഇരിക്കുന്ന ഇടമാണ്, ദൈവം അധിവസിക്കുന്ന സ്ഥലമാണ്. അല്ലേ? 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട അപ്പോസ്തലനായ പൗലോസ് മരിച്ചിട്ടാണ് പോയത്? ഇല്ല, മരിച്ചിട്ടില്ല. ജീവനോടെ ഉണ്ട്. ജീവനോടെ സ്വർഗാദി സ്വർഗങ്ങളിൽ ദൈവത്തിൻ്റെ ആ വാസസ്ഥലത്തേക്ക് എടുക്കപ്പെട്ട ഒരു ദർശനം. പ്രിയമുള്ളവരെ, അപ്പോസ്തലനായ പൗലോസിന് അങ്ങനെ ഒരു ദർശനമുണ്ടായി. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടെ ചില കാഴ്ചകളൊക്കെ താൻ കണ്ടു, ചില കേൾവിയൊക്കെ താൻ കേട്ടു, ചില ദർശനങ്ങളൊക്കെ തനിക്ക് ലഭിച്ചു. അല്ലേ? അവൻ കേട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഭാഷ കേട്ടു. ഏത് ഭാഷയാ? എബ്രായ ഭാഷയാണോ, മലയാളമാണോ, ഇംഗ്ലീഷാണോ? അവിടുത്തെ ഭാഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ ഉച്ചരിച്ചുകൂടാൻ പാടില്ലാത്തതാണ്, ഉച്ചരിക്കാൻ സാധിക്കാത്ത ഭാഷയാണ്. എന്ത് തോന്നുന്നു? സ്വർഗത്തിൽ ചെന്ന് സ്തുതി ചെയ്യുമനമേ നമ്മൾ പാടാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ടല്ലേ? അപ്പോൾ അമേരിക്കക്കാർ വരും, പ്രൈസ് ദി ലോർഡ് എന്നും പറഞ്ഞിട്ട് അവരും പാടാറുണ്ടല്ലേ? എല്ലാ ഭാഷക്കാരും വന്ന് പാടാൻ പോവുകയാണ്. ശരിയാണ്. സ്വർഗത്തിലെ ഭാഷയെക്കുറിച്ച് നമുക്ക് വലിയ വിവരമൊന്നുമില്ല. എന്നാൽ അത് ഈ ശരീരത്തിലിരുന്നു കൊണ്ടുള്ള ഒരു ഭാഷയല്ല, മാനുഷികമായിട്ടുള്ള തരത്തിലുള്ള ഒരു ഭാഷയും അല്ല. സ്വർഗത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയാണ് ഉള്ളത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എന്നാൽ ഇന്ന് ദൈവം ഇടപെടുന്നത് നമ്മുടേതായിട്ടുള്ള ഭാഷയിലും നമ്മുടേതായിട്ടുള്ള സംഭാഷണത്തിലുമാണ്. അല്ലെ? എബ്രായ ഭാഷയിലോ ഇംഗ്ലീഷ് ഭാഷയിലോ മലയാളത്തിലുമൊക്കെ ദൈവം നമ്മോട് സംസാരിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ സ്വർഗത്തിൽ ഉള്ള ഭാഷ അത് ഈ നാവ് കൊണ്ട് ഉച്ചരിക്കുവാൻ സാധിക്കുന്ന ഭാഷകൾ. ചിലരൊക്കെ പറയുന്നുണ്ട് ഈ അന്യഭാഷ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഭാഷയാണ്. അല്ലേ? സ്വർഗത്തിൽ അങ്ങനെ ഒരു ഭാഷയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതൊരു അന്യായ ഭാഷയാണ് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. സ്വർഗത്തിൽ അന്യഭാഷയൊന്നുമില്ല. സ്വർഗത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയുള്ളൂ. എന്ത് പറഞ്ഞാലും എല്ലാവർക്കും മനസ്സിലാകും. അല്ലേ? ഞാൻ കഴിഞ്ഞ ഒരു ദിവസം സൂചിപ്പിച്ചതുപോലെ സ്വർഗത്തിൽ ചെന്നാൽ മോശയും ഏലയാവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ടോ? എസക്കേലപ്പച്ചന് എത്ര പേർക്കറിയാം? എസക്കേലപ്പച്ചന് അറിയാം, ഇവർക്കറിയാം അല്ലേ? എന്നാൽ അറിഞ്ഞൂടാത്ത പലരും ഇവിടെ ഉണ്ട് അല്ലേ? എസക്കേലപ്പച്ചനെ സ്വർഗത്തിൽ ചെന്നാൽ ഈ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. കണ്ടിട്ടില്ലാത്തവർക്കും ഫോട്ടോ കണ്ടിട്ടില്ലാത്തവർക്കും എസക്കേലപ്പച്ചനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? അതാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് ലഭ്യമാകുന്ന ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത. ഇനി സ്വർഗത്തിൽ പാട്ട് പാടുമോ? നിശ്ചയമായിട്ടും പാട്ട് പഠിപ്പിക്കുമോ? ഇവിടെ പാട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലേ? സ്വർഗത്തിൽ പാട്ട് പാടുന്നുണ്ട്, പാട്ട് പഠിപ്പിക്കുന്നുണ്ട്, പിന്നെ കൂട്ടത്തോടെ പാടുന്നുണ്ട്. എല്ലാവരും ചേർന്നാണ് പാടാൻ പോകുന്നത്. അവിടെ മലയാളപ്പാട്ട് പ്രത്യേകം അല്ലെ? ഈ ഇടയ്ക്ക് എങ്ങാണ്ടോ വർദ്ധിക്കാനുള്ളൊരു വലിയ സമ്മേളനമൊക്കെ നടന്നു, ലോകമത സമ്മേളനമൊക്കെ നടന്നു. അവിടെ മലയാളത്തിൽ നിന്ന് 2 പേര് പോയി മലയാളത്തിൽ പാട്ട് 2 പേരെയൊക്കെ പാടി അല്ലേ? അതുപോലെ ഓരോ രാജ്യത്തിൽ നിന്നും ഓരോ ഭാഷയിൽ നിന്നും വന്ന് പാടും. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജ് പെർഫോമൻസ് ഒന്നും ഇവിടെയില്ല. സ്വർഗത്തില്
ഇല്ല. മൈക്ക് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട്. ഓരോ ട്രാക്കും ഒക്കെ ഇട്ടിട്ട് വരട്ടെ, ആറാമത്തെ സഭക്കാർ വരട്ടെ, അടുത്ത സഭക്കാർ വരട്ടെ. ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. അവിടെ എല്ലാവരും ചേർന്ന് പാടാൻ പോവുകയാണ്. എല്ലാവരും ചേർന്ന് ഏകസ്വരത്തിൽ പാടാൻ പോവുകയാണ്. ഇതാ ഈ ഭാഷയെക്കുറിച്ച് പൗലോസിന് പിടികിട്ടാത്തതിന്റെ കാരണം, പൗലോസ് ആത്മാവിൽ എടുക്കപ്പെട്ട് ഒരുപക്ഷെ ആ ദർശനം തനിക്ക് ലഭിച്ചുവെങ്കിൽ പോലും ഈ മനുഷ്യന്റെ ഈ ശബ്ദം കൊണ്ടോ മനുഷ്യന്റെ നാക്കുകൊണ്ടോ ഈ വാക്കുകളോ ഭാഷയോ തനിക്ക് ഉച്ചരിക്കുവാൻ സാധിക്കുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ സാരം, ക്രിസ്തുവിലുള്ള മനുഷ്യൻ സ്വർഗീയ ദർശനം പ്രാപിച്ചവനാണ്. അവനൊരു പ്രത്യേക വിഷനുണ്ട്. ഹീസ് ഹാവിങ് എ സ്പിരിച്വൽ വിഷൻ, ഹീസ് ഹാവിങ് എ ഹെവൻലി വിഷൻ. സ്വർഗീയമായിട്ടുള്ള കാഴ്ചപ്പാട് അവനുണ്ട്. നാം ക്രിസ്തുവുള്ള മനുഷ്യരാണല്ലോ. നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയിരിക്കുന്നു? ഭൂമിയിലുള്ളതല്ല, ഉയരത്തുള്ളത് തന്നെ സ്വർഗീയമായ ഒരു കാഴ്ചപ്പാട് നാം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അബ്രഹാമിനെ കുറിച്ച് പറയുന്ന ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്. അവൻ വാഗ്ദത്തത്തിന് കൂട്ടാളികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു നഗരത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. താമസിക്കുന്നത് കൂടാരത്തിലാണ്. മക്കളോടും കൊച്ചുമക്കളോടും കൂടെയൊക്കെ താമസിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ അവിടെ താമസിക്കുമ്പോഴും അവനൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ഒരു സ്വർഗീയ ലക്ഷ്യം ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, വിശ്വാസികളുടെ ജീവിതത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നിത്യതയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നാം സൂക്ഷിക്കണം. നാം എന്ത് ചെയ്താലും, നാം ജോലിക്ക് പോയാലും ശമ്പളം കിട്ടിയാലും എന്ത് ചിലവഴിച്ചാലും എന്തുകൂടെ കാണണം? ഈ സ്വർഗീയ കാഴ്ചപ്പാട് നമ്മൾ സൂക്ഷിക്കണം. കാരണം ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന യാതൊന്നുമില്ല. പ്രിയമുള്ളവരെ, നാം ഇതൊക്കെ വിട്ടേച്ച് പോകും. നമ്മുടെ വീടും നമ്മുടെ സ്ഥലവും നമ്മുടെ ബന്ധുജനങ്ങളും എല്ലാം വിട്ടേച്ച് പോകും. എന്താ കൊണ്ടുപോകാൻ പോകുന്നേ? എന്താ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾ കൂടെ കൊണ്ടുപോകുമോ? നിങ്ങളുടെ ഡിഗ്രിയോ നിങ്ങളുടെ ഡോക്ടറേറ്റോ ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ കൊണ്ടുപോകുമോ? ഇല്ല. പേരും പെരുമയും പത്രാസും കൊണ്ടുപോകുമോ? ഇല്ല. നമ്മുടെ വീട് കൊണ്ടുപോകുമോ? ഇല്ല. പിന്നെ എന്താ അവിടെ ഉള്ളത്? സ്വർഗീയ ദർശനം നമുക്ക് ആവശ്യമാണ്. ഭൗമികമായി അതൊന്നും നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നില്ല. എന്നാൽ നിത്യതയിൽ സഹോദരന്മാരെ കൂട്ടിക്കൊള്ളുവാൻ ആവശ്യമുണ്ട്. നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ആവശ്യമുണ്ട്. നിത്യതയിൽ നിക്ഷേപങ്ങൾ സ്വരൂപിക്കേണ്ട ആവശ്യമുണ്ട്. ഇത് നമ്മുടെ ലക്ഷ്യമായിരിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്വർഗീയമായിട്ടുള്ള ദർശനം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം മറ്റു ഭാഗങ്ങളിലേക്ക് എനിക്ക് പോകണം. ക്രിസ്തുവിനുള്ള മനുഷ്യന് ദൈവാത്മാവ് ഉള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ ആഴങ്ങളെ അവനറിയാം. ഓക്കെ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തി. നമ്മൾ ഈ സുവിശേഷം അറിയിക്കുന്ന സമയത്ത് ലോക മനുഷ്യർ ചേർന്ന് ചിലപ്പോൾ കളിയാക്കും. അവർ ചിലപ്പോൾ പറയും ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ല. നമ്മൾ യേശു കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവരൊരു പക്ഷേ പരിഹസിച്ചു എന്ന് വന്നേക്കാം. അവർക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. രക്ഷയെക്കുറിച്ച് പറഞ്ഞാലൊന്നും അവർക്ക് മനസ്സിലാകുകയില്ല. സ്വർഗമുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുകയില്ല, അല്ലേ? എന്നാൽ വിശ്വാസികളോട് ചോദിക്കുക, സ്വർഗമുണ്ടോ? ഉണ്ട്. എങ്ങനെ അറിയാം? സ്വർഗീയമായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നു. ആത്മാവ് ദൈവത്തിൻ്റെ ആഴങ്ങളെ അറിയുന്നവനാണ്. ദൈവത്തിൻ്റെ രഹസ്യങ്ങളെ അറിയുവാനായിട്ട് നമുക്ക് സാധ്യതയുണ്ട്. എന്നാൽ ഈ സാധ്യത നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? പണ്ടൊരു ദൈവദാസനോട് ചോദിച്ചു, ഈ വയസ്സുകാലത്ത് എന്തിനാണ് MTH എടുക്കുന്നത്? 65 വയസ്സ് കഴിഞ്ഞിട്ടാണ് MTH എടുക്കുന്നത്. MTH 65 വയസ്സ് കഴിഞ്ഞിട്ട് MTH എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ജീവിച്ചിരിക്കുന്ന കാലത്ത്, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ദൈവത്തെക്കുറിച്ചും വചനത്തെക്കുറിച്ചും കൂടുതൽ അറിയുക. അത് അറിയുന്തോറും സ്വർഗീയമായിട്ടുള്ള വെളിപ്പാട്, കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ദൈവം പ്രിയമുള്ളവരെ വചനം വായിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ ക്ലാസ്സിൽ വരണമെന്ന് പറയുന്നത്. നമുക്ക് വളരെ ചൂസിയാണ്, അല്ലേ? ഏതൊക്കെ യോഗത്തിന് വരണമെന്നുള്ളത് നമ്മൾ പലപ്പോഴും സെലക്ട് ചെയ്ത് വെക്കാറുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തിലൂടെ നിത്യതയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അതറിയുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇവയില്ലാത്തവരോ ഹ്രസ്വദൃഷ്ടിയുള്ളവരോ എത്രയെന്ന പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കണം.
ഈ തിരിച്ചറിവില്ലാത്തവർ, സ്വർഗീയ ദർശനങ്ങളില്ല എങ്കിൽ ഹ്രസ്വദൃഷ്ടിയാണ്. നമ്മളൊക്കെ കണ്ണാടി വെച്ചിട്ടുണ്ടല്ലേ? എന്തുകൊണ്ടാ? കണ്ട കാഴ്ച അത്ര പോരാ. അതുകൊണ്ട് വായിക്കാനായിട്ടും കാണുവാനായിട്ടും നമ്മൾ കണ്ണാടി വയ്ക്കുമ്പോൾ കൃത്യമായിട്ട് വായിക്കാനായിട്ട് സാധിക്കും അല്ലേ? സ്വർഗീയ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടോ? ഇല്ല എങ്കിൽ ഹ്രസ്വദൃഷ്ടിയാണ് അല്ലേ? കണ്ണടകൾ വേണം. ഒരു കവിത ഇങ്ങനെയുണ്ടല്ലേ, കണ്ണടകൾ വേണം. എന്ത് കാണുവാനാണ്? സ്വർഗീയ ദർശനങ്ങളെ കാണുവാനായിട്ട്. 119 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, എന്താ? ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. എഫേസ്യർ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്, അത് പ്രകാശിച്ചിട്ട് നാം ചിലത് മനസ്സിലാക്കുവാനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നറിയണമെങ്കിൽ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടണം. പ്രിയമുള്ളവരെ, ഇത്തരത്തിൽ സ്വർഗത്തിലേക്ക് എടുത്തിട്ട് ദൈവമേ എനിക്കൊരു ദർശനം നീ തായോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയല്ല. ജീവനും ഭക്തിക്കും വേണ്ടിയത് എല്ലാം തിരുവെഴുത്തിലൂടെ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിലൂടെ കാണാനുള്ള കാഴ്ചകളുണ്ട്, ദൂരക്കാഴ്ചകളുണ്ട്. ഈ ദർശനം പ്രാപിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. കൊരിന്ത്യർ 1:15-19 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നാം ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരും അരിഷ്ടന്മാരാണ്. ലോകത്തിലെ ആൾക്കാർക്ക് പലവിധമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്, പലവിധ പ്രവർത്തനങ്ങളുണ്ട്. അവർ ഈ ആയുസ്സിൽ മാത്രം ആശ വച്ചിരിക്കുന്നവരാണ്. അതിനപ്പുറത്തേക്ക് അവർക്ക് പ്രതീക്ഷകളൊന്നുമില്ല. എന്നാൽ അതുപോലെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, അതുപോലെയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ, അതേപോലെയാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ, അതേപോലെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ഇതെല്ലാം അറിഞ്ഞിട്ടും ലോക മനുഷ്യരെ പോലെ മാത്രമുള്ള ലക്ഷ്യവും കാഴ്ചപ്പാടും നാം സൂക്ഷിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. ഇതിനേക്കാളും വേറെ അതാ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറേണ്ടിയിരിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. രണ്ടാമതായിട്ട്, ഹി എക്സിബിറ്റ്സ് ഹ്യൂമിലിറ്റി ഇൻ ലൈഫ്. അവൻ ജീവിതത്തിൽ താഴ്മയുടെ മനോഭാവം സൂക്ഷിക്കുന്നവനാണ്. ഉണ്ടോ? ഈ കാഴ്ചപ്പാടുകളും ദർശനങ്ങളും ഒക്കെ പ്രാപിച്ചിട്ട് അവൻ അഹങ്കരിക്കുന്നവനല്ല. അതുകൊണ്ടാണ് പൗലോസ് എന്ത് പറയുന്നത്? ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു എന്ന് പറയുന്നത്. അത് ഞാനാണെന്ന് അദ്ദേഹം പറയുന്നില്ല. ആ മനുഷ്യനെ കുറിച്ച് ഞാൻ പ്രശംസിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ താൻ തൊട്ട് താഴെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോളൂ. എന്താ? എനിക്കോ എന്നെക്കുറിച്ചോ എൻ്റെ ബലഹീനതകളല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. ഓക്കെ, ഞാൻ പ്രശംസിപ്പാൻ വിചാരിച്ചാലും മൂടനാകുകയില്ല. 6-ാം വാക്യം സത്യമല്ലോ പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. എങ്കിലും എന്നെ കാണുന്നതിനും എൻ്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനും മീതെ ആരും എന്നെക്കുറിച്ച് നിരൂപിക്കരുത് എന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. ക്രിസ്തുവുള്ള മനുഷ്യൻ അടങ്ങുന്ന മനുഷ്യൻ. ഞാൻ അടങ്ങുന്നു. സാധാരണ ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ അടങ്ങിയിരിക്കുന്നൊക്കെ പറയാറുണ്ടല്ലേ? അടങ്ങിയിരിക്കുക. ഐ റിഫ്രെയിൻ. ഞാൻ അടങ്ങുന്നു. എന്നെക്കുറിച്ച് മറ്റുള്ളവര് ഞാൻ പറയുന്നതും കാണുന്നതും അല്ലാതെ മറ്റൊന്നും മറ്റുള്ളവര് ധരിക്കേണ്ടതില്ല. അതിനപ്പുറമൊന്നും ആരും കരുതേണ്ടതില്ല. അതുകൊണ്ട് ഈ സ്വർഗീയ ദർശനം ഉണ്ടെങ്കിൽ പോലും, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടുവെങ്കിൽ പോലും, ദൈവത്തിൽ നിന്ന് ധാരാളം ദർശനങ്ങളുടെ ആധിക്യം എനിക്കുണ്ടെങ്കിൽ പോലും ഞാൻ അടങ്ങുന്നു. എന്നെക്കുറിച്ച് പുകഴുവാനായിട്ട് എനിക്കൊന്നുമില്ല. I hold myself back from boasting. ഞാൻ എന്നെ തന്നെ പ്രശംസിക്കുന്നതിൽ നിന്ന് എന്നെ എന്ത് ചെയ്യുന്നു? റിഫ്രെയിൻ ചെയ്യുന്നു. ഞാൻ അടക്കി വയ്ക്കുന്നു അല്ലേ? അങ്ങനെ ഒരു വാക്യമുണ്ട് ഇവിടെ. അതിൻ്റെ തലയെ പുറമെടുത്തു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 10-ാം അധ്യായത്തിൽ ഈ ഒരു പിടിച്ചടക്കൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതാ? 5-ാം വാക്യം, 10-ന്റെ 5-ാമത്തെ വാക്യം. അവയാൽ വായിച്ചോളൂ. ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചുകളഞ്ഞ്
ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. ഇത് ബോധപൂർവം ചെയ്താൽ മാത്രമേ അടങ്ങാൻ പറ്റൂ. മനുഷ്യന്റെ ഒരു നാച്ചുറൽ ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുകഴുവാനും സ്വയത്തെ ഉയർത്തുവാനായിട്ടുള്ളൊരു ടെൻഡൻസിയാണ് സാധാരണ മനുഷ്യർക്കുള്ളത്. അത് സാധാരണ മാനുഷികമാണ്, അത് തെറ്റ് പറയുകയല്ല. എന്നാൽ അത് ഒഴിവാക്കണമെങ്കിൽ ക്രിസ്തുവിലുള്ള മനുഷ്യൻ അവൻ സൂക്ഷിക്കേണ്ടുന്ന ഒരു കാര്യം, അവൻ അടക്കമുള്ളവനാണ്. അവൻ ചില കാര്യങ്ങൾ റിഫ്രെയിൻ ചെയ്യേണ്ടതാണ്. ചില സ്ഥലങ്ങളിലേക്ക് ചെന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മളെ തട്ടിപ്പോക്കും അല്ലേ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചെത്തക്കൊമ്പിൽ കയറ്റിയിരുത്തും. പറഞ്ഞു പമ്പ് ചെയ്ത് ഇയാൾ ആളാണ്, മഹാനാണ്, ഇയാൾ മനുഷ്യനല്ല. പണ്ടിങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഹേരോദാവല്ലേ, ഹേരോദാവ് സിംഹാസനത്തിലിരുന്ന ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ, കിങ്കരന്മാരും മന്ത്രിമാരും പറഞ്ഞു, അയ്യോ ഇത് മനുഷ്യന്റെ ശബ്ദമൊന്നുമല്ല, ഇത് ദൈവത്തിന്റെ ശബ്ദമാണ്. എന്താ സംഭവിച്ചേ? ദൈവത്തിന്റെ അടിയേറ്റ് അവൻ കൃമിക്കിരയായി മരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരുവാൻ പാടുള്ളതല്ല അല്ലേ. പൗലോസ് പറയുകയാണ്, ഞാൻ എന്നെക്കുറിച്ച് കേൾക്കുന്നത്, ഞാൻ പറയുന്ന ഈ സംസാരം ഉണ്ടല്ലോ, ഇതിലപ്പുറമൊന്നും നിങ്ങൾ കരുതണ്ട. എന്താ സംസാരം ഒന്ന് വായിച്ചു നോക്കിയാൽ അറിയാം. ഓക്കെ, പൗലോസിന്റെ ജഡസന്നിധിയെക്കുറിച്ച് പറയുന്നുണ്ട് 10-ാം അധ്യായം, 2 കൊരിന്ത്യർ 10-ാം അധ്യായം. ഓക്കെ, 9-ാമത്തെ വാക്യം. ഞാൻ ലേഖനങ്ങളെ കൊണ്ട് നിങ്ങളെ പേടിപ്പിക്കുന്നു എന്ന് തോന്നരുത്, എൻ്റെ ലേഖനങ്ങൾ ഘനവും ഊറ്റവുമുള്ള. പൗലോസിന്റെ ലേഖനങ്ങള് ഘനവും ഊറ്റവും. പത്രോസും അത് പറയുന്നുണ്ടല്ലേ. ചില കാര്യങ്ങളൊന്നും പിടികിട്ടുകയില്ല, അത്രയ്ക്ക് ഗഹനമായിട്ടുള്ള കാര്യമാണ് അല്ലേ. എന്നാൽ തൊട്ട് താഴെ പറയുന്നൊരു കാര്യമുണ്ട്. എന്താ? ശരീരസന്നിധിയോ ബലഹീനം, വാക്ക് നിന്ദ്യവും അത്രേ. പൗലോസിന്റെ വാക്ക് ഗാംഭീര്യമുള്ള വാക്കുകളായിരുന്നില്ല, ബലഹീനമായ വാക്കുകളാണ്. ശരീരസന്നിധി ബലമുള്ളതായിരുന്നില്ല, ബലഹീനമായിരുന്നു. സാധാരണ പൗലോസിന്റെ പടമൊക്കെ ചില ചിത്രങ്ങളിലൊക്കെ കാണാറുണ്ട്. ഒരു അജാനുബാഹുവായ ഒരു മനുഷ്യനാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. പൗലോസിനെ കുറിച്ചുള്ള ചിത്രീകരണങ്ങളിൽ നല്ല നീളമുള്ള, നല്ല പേഴ്സണാലിറ്റിയുള്ള ഒരു മനുഷ്യനായിട്ടാണ് പടത്തിലൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. എന്നാൽ പൗലോസ് തന്നെക്കുറിച്ച് പറയുന്നത് എന്താണ്? എൻ്റെ ശരീരസന്നിധം നിന്ദ്യമാണ്, എൻ്റെ വാക്കുകൾ വലിയ അലങ്കാര ഭാഷകളല്ല, എഴുത്ത് ഈടുറ്റതാണ്. എഴുത്തുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഈ ആള് പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ടല്ലോ, എൻ്റെ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം തോന്നുന്നുണ്ടല്ലോ, അതിലപ്പുറം ഒന്നും എന്ത് ചെയ്യരുത്, നിങ്ങൾ എന്നെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ താൻ തന്നെ താഴ്ത്തുന്ന ഒരു സ്വഭാവം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അനേക വാക്യങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഓക്കെ, പത്രോസ് അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനെന്ന് താൻ തന്നെ കുറിച്ച് പറയുന്നു അല്ലേ. 1 കൊരിന്ത്യർ 15:9 അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ അല്ലേ. ലെസ് ദാൻ ദി ലീസ്റ്റ് ഓഫ് ഓൾ സെയിൻറ്റ്സ്. എല്ലാ മനുഷ്യരെക്കാളും, എല്ലാ വിശ്വാസികളെക്കാളും ഞാൻ ചെറിയവനാണെന്ന് എഫേസ്യർ 3:8 പറയുന്നുണ്ട് അല്ലേ. 1 തീമോഥെയോസ് 1:15 വാക്യത്തിൽ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ അല്ലേ. പ്രിയമുള്ളവരെ, തനിക്ക് പ്രശംസിക്കുവാനായിട്ട് മറ്റൊന്നിലും താല്പര്യമില്ല. അവൻ അടങ്ങുന്ന മനുഷ്യനാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരുപക്ഷെ ഏതെങ്കിലും വിധത്തിലുള്ള ഉയർച്ചകൾ നാം ആസ്വദിക്കുന്നുണ്ടെങ്കിൽ, നാം അത് ഉണ്ട് എന്ന് കരുതുന്നു എങ്കിൽ, നാം ക്രിസ്തുവുള്ളവരാകിയാൽ, നാം ക്രിസ്തുവിൽ വസിക്കുന്നവനാകിയാൽ താഴ്മയുള്ളവരായിട്ട് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അവൻ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കും. താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുവിലുള്ള മനുഷ്യൻ ഒന്നാമത് അവൻ ആത്മീക കാഴ്ചപ്പാടുള്ളവനാണ്. രണ്ടാമത് അവൻ താഴ്മയുള്ളവനാണ്. മൂന്നാമത് അവൻ ജഡത്തിൽ ശൂലം വഹിക്കുന്നവനാണ് അല്ലേ. 7-ാമത്തെ വാക്യം, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ
ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. He experienced the discipline of God. ദൈവത്തിൻ്റെ ശിക്ഷണം അനുഭവിക്കുന്നവനാണ് ക്രിസ്തുവിലുള്ള മനുഷ്യൻ. ക്രിസ്തുവിലുള്ളവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു പ്രത്യേക പദവിയാണ് എന്തെന്ന് പറയുന്നത്, ഡിസിപ്ലിൻ, ശിക്ഷണം. പൗലോസിന്റെ ജീവിതത്തിൽ ഒരു ശിക്ഷണം കൊടുത്തിരിക്കുകയാണ്. എന്താ ശിക്ഷ എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ശിക്ഷണം, എ ഡിസിപ്ലിൻ ഓഫ് ഗോഡ്. എന്താ? വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ഒരു സാധനം. എന്താ മോളെ, എന്താ പൗലോസിന് കൊടുത്തിരിക്കുന്നത്? ജഡത്തിലൊരു ശൂലം. ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ എ തോൺ ഇൻ ദി ഫ്ലഷ്. ജഡത്തിൽ ഒരു മുള്ള് കൊടുത്തിരിക്കുന്നു. ശൂലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ മൂന്ന് ഇങ്ങനെ കൂർത്ത് 3 എണ്ണമുള്ള ശൂലം. എന്തിനാ ശൂലം ഉപയോഗിക്കുന്നത് നമുക്കറിയത്തില്ല അല്ലേ? എന്തിനാ ഉപയോഗിക്കുന്നത്? അത് ആക്രമിക്കുവാനാണ് അല്ലേ? ആക്രമിക്കുവാനാണ്. എന്നാൽ ഇംഗ്ലീഷിൽ വായിക്കുന്നത് മുള്ള്, ജഡത്തിലൊരു മുള്ളുണ്ട്. ഓക്കെ, ഈ മുള്ള് ജഡത്തിൽ എന്ത് ചെയ്യും? കുത്തും. എപ്പോഴൊക്കെ കുത്തും? അങ്ങോട്ട് തിരിയുമ്പോൾ കുത്തും, ഇങ്ങോട്ട് തിരിയുമ്പോൾ കുത്തും, നടക്കുമ്പോൾ കുത്തും, ഇരിക്കുമ്പോൾ കുത്തും, ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അതിനൊരു വിശേഷണോട് കൊടുത്തിട്ടുണ്ട്. എന്താ? എന്നെ കുത്തുവാൻ സാത്താൻ്റെ ദൂതൻ. ദി ഡിസിപ്ലിൻ ഓഫ് ഗോഡ്. 2 തരത്തിലുള്ള ഡിസിപ്ലിൻ ഉണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ബാലശിക്ഷ കഴിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് നമ്മെ ശിക്ഷണത്തിൽ വളർത്തുവാനാണ്. വീട്ടിൽ തല്ല് കിട്ടാത്ത പിള്ളേരാരെങ്കിലും ഉണ്ടോ? അടി കിട്ടാതെ, തല്ല് കിട്ടാത്തവരെന്ന് കൈവർത്തിക്ക്. ഇതുവരെ വീട്ടിൽ എനിക്ക് തല്ല് കിട്ടിയിട്ടില്ല. ഉണ്ടല്ലേ? തല്ല് കിട്ടുമ്പോൾ കരച്ചിലൊക്കെ ഉണ്ടാകും അല്ലെ? തൽക്കാലം ദുഃഖകരമാണ്. എന്നാൽ മാതാപിതാക്കൾ ശിക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെ? നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് ശിക്ഷിക്കുന്നത്. ദൈവം അത്തരത്തിലൊരു ബാലശിക്ഷ ദൈവമക്കൾക്ക് കഴിക്കുന്നുണ്ട്. ബാലശിക്ഷ കിട്ടിയിട്ടുള്ള എത്ര പേരുണ്ട്? കിട്ടാത്തവരുണ്ട്. കിട്ടാത്തവരുണ്ട്. ഇബ്രാഹിം പറയുന്നത് ബാലശിക്ഷ കിട്ടിയില്ലെങ്കിൽ മോനല്ല എന്നാണ്. കൗലടയന്മാർ ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. മക്കളാണെങ്കിൽ അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ എന്നാണ്. ദൈവമക്കളാണെങ്കിൽ അപ്പൻ്റെ ശിക്ഷ കിട്ടും അല്ലേ? അത് ദൈവസ്നേഹത്തിൻ്റെ ഒരു ഉദാഹരണം. വല്ലപ്പോഴൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അടിയൊക്കെ മേടിച്ചോ? ദൈവം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്, നമ്മുടെ ഗുണത്തിനായിട്ടാണ്. തോന്നിയത് പോലെ ശിക്ഷിക്കുന്ന ഒരു അപ്പനല്ല ഇത്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അവൻ നമ്മെ ബാലശിക്ഷ കഴിക്കും. ദാറ്റ് ഇസ് ഡിസിപ്ലിൻ ഓഫ് ഗോഡ്. എന്നാൽ ഇവിടെ മറ്റൊരു ഡിസിപ്ലിനാണ്, ദാറ്റ് ഇസ് പ്രിവെന്റീവ് ഡിസിപ്ലിൻ. നമ്മൾ ഈ ഹോമിയോ മരുന്നൊക്കെ വാങ്ങിക്കാൻ പോകാറുണ്ടോ അല്ലേ? ഹോമിയോ മരുന്ന് വാങ്ങാൻ പോകും. അസുഖം വന്നിട്ടും പോകാറുണ്ട്, അസുഖം വരാതിരിക്കാൻ വേണ്ടി പോകാറുണ്ട്. പോയിട്ടുള്ള എത്ര പേരുണ്ട്? പ്രിവെന്റീവ് മെഡിസിൻ വാങ്ങിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? നേഴ്സുമാരോട് ചോദിച്ചാൽ അറിയാം അല്ലേ? പ്രിവെന്റീവ് മെഡിസിൻ ഉണ്ട്. പൗലോസിനൊരു പ്രിവെന്റീവ് ഡിസിപ്ലിനാണ് കൊടുത്തിരിക്കുന്നത്. പൗലോസ് നിഗളിച്ചിട്ടൊന്നുമല്ല, പക്ഷേ ദൈവത്തിനൊരു പ്രിവെന്റീവ് ഡിസിപ്ലിൻ കൊടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇത് കൊടുത്തില്ല എങ്കിൽ ഒരു പ്രശ്നമാണ്. ഇത് കൊടുത്തത് കൊണ്ടാണ് അവനിങ്ങനെയൊക്കെ നിന്ന് പോകുന്നത്. നമ്മുടെ ഫ്രെയിം നന്നായിട്ട് അറിയാവുന്നൊരു കർത്താവ്. വെളിപ്പാടുകളുടെ ആധിക്യമുള്ളത് കൊണ്ട്, ശുശ്രൂഷയുടെ ആധിക്യമുള്ളത് കൊണ്ട്, എഴുത്തുകളുടെ ആധിക്യമുള്ളത് കൊണ്ട്, പ്രവർത്തനത്തിന്റെ ആധിക്യമുള്ളത് കൊണ്ട് നിഗളിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതിൽ അവസാനത്തെ സാധ്യത പോലും ഇല്ലാതാക്കാൻ വേണ്ടി അവന്റെ ജീവിതത്തിൽ ഉടനീളം കുത്തുവാനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സാധനമാണ്. വേദനാജനകമാണ്. എന്നാ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. എന്താ? നിഗളിച്ചിട്ട് പിശാചിന്റെ ശിക്ഷാവിധിയിൽ പോകുവാനായിട്ട് പാടില്ല. പൗലോസിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രത്യേക കരുതലാണിത് എന്ന് നാം ഓർക്കുക. ശുശ്രൂഷകന്മാരെ ശ്രദ്ധിച്ചുകൊള്ളുക. എന്താ?
ഇത്തരത്തിലുള്ള പ്രിവെൻറ്റീവ് ഡോസ് നമുക്ക് ചിലപ്പോഴൊക്കെ വച്ചിട്ടുണ്ട്. അനുഭവിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. കാരണം അത് തിരിച്ചറിയുന്നെങ്കിൽ അത് വലിയ ഭാഗ്യമാണ്. ചില കാര്യങ്ങൾ ദൈവം തൻ്റെ മുന്നറിവിനാൽ നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ട്, നമുക്ക് ആപത്ത് ഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം നൽകിയിട്ടുള്ള ചില കാര്യങ്ങൾ. പൗലോസ് അത് വേദനാജനകമാണ്. 3 വട്ടം ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ശിക്ഷണം അനുഭവിക്കുന്നവരാണ് ദൈവത്തിൽ ക്രിസ്തുവിലായുള്ള വ്യക്തികൾ. ആ ശിക്ഷണത്തിന് മുമ്പാകെ എന്ത് ചെയ്യരുത്? നിരസിക്കരുത്, അതിൽ മുഷിയരുത്. പിതാവിനെ വണങ്ങുവാനായിട്ട് ആവശ്യമുണ്ട്. ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് ആവശ്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനാകുന്നു. നിങ്ങൾ കൊമ്പുകളാകുന്നു അല്ലേ? എന്നിൽ വസിക്കാത്ത കൊമ്പുകളെ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഫലം കായ്ക്കാത്ത കൊമ്പുകളെ നീക്കിക്കളയും അല്ലേ? കായ്ക്കുന്നതോ? അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടുപ്പാണ്. കായ്ക്കുന്ന കൊമ്പുകൾക്ക് ദൈവത്തിൻ്റെ തോട്ടത്തിൽ ഒരു പ്രത്യേക പരിപാടിയുണ്ട്. ഇറ്റ്സ് കാൾഡ് പ്രൂണിങ്. എന്താ പ്രൂണിങ് എന്ന് പറഞ്ഞാൽ കായ്ക്കുന്ന കൊമ്പുകളാണ്, നല്ല കൊമ്പുകളാണ്, രോഗമുള്ള കൊമ്പുകളൊന്നുമല്ല. കായുണ്ട്, എന്നാൽ യജമാനന് ഒരിഷ്ടം. എന്താ ഇഷ്ടം? അധികം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ചെത്തിവെടുപ്പാണ്. ഞാനൊരു മുന്തിരിവള്ളി കൊണ്ടുവച്ചിട്ട് ഏകദേശം 3-4 വർഷമായി. എനിക്കറിയില്ല അതിൻ്റെ പരിപാലനം എന്താണെന്ന്. അതിങ്ങനെ വള്ളി പടർന്നു വരുന്നുണ്ട്, നല്ല ഇലകളൊക്കെ ഉണ്ട്, ഭയങ്കര സന്തോഷമാണ്. പക്ഷെ കായൊട്ടുമില്ല. പിന്നെയാണ് മനസ്സിലായത്, ഈ വള്ളി വെറുതെ പടർത്തി വിട്ടാൽ കായുണ്ടാകില്ല. സാധാരണ മരം വലുതാകുമ്പോൾ അതിൽ കായുണ്ടാകുന്നല്ലേ? എന്നാൽ മുന്തിരിവള്ളിയുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ വെറുതെ വളർത്തി വിട്ടാൽ കായുണ്ടാകില്ല. കായുണ്ടാകണമെങ്കിൽ അതിൻ്റെ കൊമ്പുകൾ വെട്ടിക്കൊടുക്കും. മാക്സിമം കൊമ്പുകൾ വെട്ടിക്കളഞ്ഞോളും. അടുത്ത് തിളിർത്ത് വരുമ്പോൾ അതിലൂടെ എന്തുണ്ടാകും? പൂവും ഉണ്ടാകും, കായും ഉണ്ടാകും. പ്രിയമുള്ളവരെ, ഈ വെട്ടല്, ഈ പ്രൂണിങ് അല്പവേദനയാണ്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് അനിവാര്യവുമാണ്. ദൈവം ചില സന്ദർഭങ്ങളിൽ അങ്ങനെ നമ്മിൽ അനുവദിക്കുന്നെങ്കിൽ, ആ കത്തി നമ്മുടെ മേൽ തൊട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അധികം ഫലം കായ്ക്കേണ്ടതാണ്. ഇത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയാകിയാൽ ദൈവത്തിൻ്റെ ശാസ്ത്രീയെങ്കിൽ മുഷിഞ്ഞു പോകാതെ, അവൻ്റെ പ്രൂണിങ്ങിൽ നിരാശപ്പെട്ടു പോകാതെ അധികം ഫലം കായ്ക്കുവാനായിട്ട് ദൈവം അനുവദിക്കുന്ന വേളകളാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഞാൻ കൂടുതൽ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. 4-ാമതായിട്ട് അവൻ he experiences grace in weakness. ബലഹീനതയിൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചറിയുന്നു. കൃപയെക്കുറിച്ച് അനേക കാര്യങ്ങൾ പറയാനുണ്ട്. കൃപ എന്ന് പറയുന്നത് അൺമെരിറ്റഡ് ഫേവർ എന്നാണ് പറയുന്നത്. അർഹതയില്ലാത്തവർക്ക് ദൈവം കാണിക്കുന്ന കരുണയാണ് കൃപ. ഈ കൃപ ഞാൻ 3 തരത്തിലൊന്ന് പറഞ്ഞോളട്ടെ, നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയാം. ഒന്ന്, ഇതൊരു സേവിങ് ഗ്രേസ്. നമ്മുടെ രക്ഷയുള്ള ബന്ധത്തിൽ ദൈവം വ്യാപരിച്ച അപാരമായിട്ടുള്ളൊരു കൃപയുണ്ട്. എന്ന് നമ്മളാരും കാരണക്കാരൊന്നുമല്ല. എന്തുകൊണ്ട് നാം രക്ഷിക്കപ്പെട്ടു? കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിന് നിങ്ങൾ കാരണം. രക്ഷയിലേക്ക് വരുവാനായിട്ട് ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ വലിയ കൃപ. രണ്ടാമതൊരു കൃപയുടെ സസ്റ്റൈനിങ് ഗ്രേസ്. അത് നമ്മെ വീടത്തോളം നിലനിർത്തുന്ന ഒരു കൃപയാണ്. വീഴാതെ നമ്മെ കാക്കുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. തീത്തോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നമ്മെ ശിക്ഷിച്ച് വളർത്തുന്ന ദൈവത്തിൻ്റെ കൃപ. അനുദിന ജീവിതത്തിൽ വിശ്വാസിക്ക് ലഭ്യമാകുന്ന കൃപയാണ് ഏത്? സസ്റ്റൈനിങ് ഗ്രേസ്. എന്നാൽ 3-ാമതൊരു കൃപയുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് സഫിഷ്യന്റ് ഗ്രേസ്. മതിയായ കൃപ. ഈ കൃപ നേരത്തെ റിസർവോയറിൽ തരുന്ന കൃപയല്ല. പിന്നെയോ വീക്ക്നെസ്സിൽ, ബലഹീനതകളിൽ നമ്മെ അതിജീവിക്കുവാനായിട്ട് പകരപ്പെടുന്നതാണ് കൃപ. ഇവിടെ നോക്കിക്കോളൂ, പൗലോസ് പ്രാർത്ഥിച്ചു, 3 വട്ടം പ്രാർത്ഥിച്ചു. എന്താണ് ദൈവത്തിൻ്റെ മറുപടി? ഓക്കെ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറയുന്നു. ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ thee.
ഈ മതി എന്നുള്ള വാക്ക് മലയാളത്തിൽ രണ്ടർത്ഥമുണ്ട്. മതി, നമ്മൾ സദ്യയിലൊക്കെ വിളമ്പം, ചോറ് വിളമ്പം മതി എന്ന് പറയല്ലേ. എന്താ മതി എന്ന് പറഞ്ഞാൽ? നോ മോർ, ഇനി കൂടുതലൊന്നും വേണ്ട. എന്നാൽ ഈ മതി ആ മതിയല്ല. ഇംഗ്ലീഷിൽ വായിച്ചാൽ എന്താ? ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ്. മതിയാകുന്നത്, മതിയാകുന്നത്. ഇത് മതിയാകുന്ന കൃപയാണ്. എന്തിനു മതിയാകുന്നതാണ്? ബലഹീനതയിൽ എന്താ? ശക്തി പ്രാപിക്കുവാനായിട്ട് മതിയാകുന്നതാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പൗലോസിനെ കുത്തു കിട്ടുമ്പോഴേ ജഡത്തിലെ ശൂലം അത് വേദനിക്കുമ്പോൾ അതിനെ അതിജീവിച്ച് അതിനെ മറികടന്ന് ശുശ്രൂഷ ചെയ്യാൻ പ്രാപ്തനാക്കുന്ന കൃപയാണ് സഫിഷ്യന്റ് ഗ്രേസ്. സഫിഷ്യന്റ് ഗ്രേസ്. പ്രിയമുള്ളവരെ, ഈ കൃപ ദൈവത്തിൽ നിന്ന് ലഭ്യമാണ്. പൗലോസിന് ലഭിക്കുന്നുവെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമാണ്. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യുവാൻ ഏത് കൃപ വേണ്ടി വരും? സഫിഷ്യന്റ് ഗ്രേസ് വേണ്ടി വരും. മതിയാകുന്ന കൃപ വരും. ഈ കൃപയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഗോഡ് സ്ട്രെങ്ത് അല്ലേ. എൻ്റെ കൃപ നിനക്ക് മതി. അതേ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് എൻ്റെ ശക്തി. ഇറ്റ്സ് ഗോഡ്സ് പവർ. ദൈവത്തിൻ്റെ ശക്തിയാണ് ആ കൃപ. ഓ, ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ശക്തി അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? ഒരുപക്ഷെ സാധാരണമല്ലാത്ത ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ കടത്തിവിടുമ്പോൾ നമുക്ക് സപ്ലൈ ചെയ്യുന്ന സാധനമാണ് ഈ സാധനം. ഇതല്ലാതെ ഡെയിലി ഗ്രേസ് അല്ല. പിന്നെയോ ചില പ്രത്യേക കാര്യങ്ങളെ അതിജീവിക്കുവാനായിട്ട് ദൈവം പ്രത്യേകിച്ച് തരുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ശ്രദ്ധിച്ചോളൂ. എന്താ? ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന്. എന്താ? ഈ കൃപ ഉയരത്തിൽ നിന്ന് ചൊരിയുന്ന കൃപയാണ്. അത് മേലാവസിക്കുന്നതാണ്. എൻ്റെ മേലാവസിക്കുന്നതാണ്. എന്നെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. എന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതാണ്. എന്നെ കൊണ്ട് അതിജീവിപ്പിക്കുന്നതാണ് ഈ കൃപ. ഇത് ഉയരത്തിലെ ശക്തിയാണ്. പ്രിയമുള്ളവരെ, ഈ ശക്തി പ്രാപിക്കുവാൻ ആവശ്യമുണ്ട്. മോശയിൽ വ്യാപരിച്ച ദൈവത്തിന്റെ കൃപ അതിജീവനത്തിന്റെ ശക്തിയാണ്. മോശ തന്നെക്കുറിച്ച് പറയുന്നത് ഞാൻ വിക്കുള്ള നാവുള്ളവനാണ്. എന്താ? വിക്കുള്ള നാവ് എനിക്കുണ്ട്. തടിച്ച നാവുള്ളവനാണ്. എന്നാൽ ഈ തടിച്ച നാവുള്ളവനെ കൊണ്ട് ഫറവന്റെ മുമ്പാകെ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ സാധാരണ കൃപ പോരാ. അത് ചെയ്തെടുക്കുന്നത് ദൈവത്തിന്റെ സഫിഷ്യന്റ് ഗ്രേസ് ആണ്. മറിയയ്ക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപ അത് കേവലം ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന കൃപയല്ല. പിന്നെയോ ജീവിതത്തിലുടനീളം പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് ദൈവം നൽകിയ കൃപയാണ്. ഗിദെയോന് ലഭിച്ച കൃപ എന്ന് പറയുന്നത് ഭയമുള്ളവനായിട്ട് ബോംബ് മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരാക്രമശാലി എന്ന് വിളിച്ചുകൊണ്ട് അതിജീവനത്തിന്റെ ഒരു കൃപ ദൈവം നൽകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് തത്സമയത്ത് കൃപ പ്രാപിക്കേണ്ടതിന് കൃപാസനത്തിന്റെ അടുക്കൽ ചെല്ലുക. എപ്പോഴാണ് ആവശ്യമെന്നറിയില്ല. എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും ആവശ്യത്തിന് കൃപ ലഭ്യമാണ്. ഇത് വീട്ടിൽ നിന്ന് സ്റ്റോക്ക് ചെയ്യാമെന്ന് വിചാരിക്കണം. ഞാൻ 2 കിലോ കൃപ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിൽ നിന്നെടുത്ത് ഇല്ല. ഇത് തത്സമയത്ത് ലഭിക്കുന്നതാണ്. എനിക്കറിയില്ല ഇതെങ്ങനെ വിശദീകരിക്കണമെന്ന്. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അതിനെ അതിജീവിക്കുവാൻ വഴിയില്ലാതിരിക്കുമ്പോൾ സകല ബുദ്ധിയും അഫലമായി പോകുന്ന ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മെ പ്രാപ്തരാക്കുന്ന ശക്തീകരിക്കുന്ന ഒരു ദൈവകൃപ. ഇത് പൗലോസിന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചിട്ടുണ്ട്. ഇവൻ ഹി എക്സ്പീരിയൻസ് ഗ്രേസ് ഇൻ വീക്ക്നെസ്. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തട്ടെ. ഹി ഈസ് റെഡി ടു ഫേസ് പെർസിക്യൂഷൻസ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിനുള്ള മനുഷ്യൻ, അതിൻ്റെ അവസാന വാക്യം 10ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടും. ഇഷ്ടമാണോ ക്രിസ്തുവിന് വേണ്ടി
ക്രിസ്തുവിന് വേണ്ടി കയ്യേറ്റം, ഉപദ്രവം, ബുദ്ധിമുട്ട്, ഞെരുക്കം, ബലഹീനത സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ക്രിസ്തുവുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ സ്വർഗീയ ദർശനങ്ങൾ പ്രാപിക്കുന്നവനാണ്, സ്വർഗീയമായ കാഴ്ചപ്പാട് സൂക്ഷിക്കുന്നവനാണ്. അവൻ 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 എന്തുവാ അവൻ താഴ്മയുള്ളവനാണ്, അവൻ ഹ്യൂമിലിറ്റി ഉള്ളവനാണ്, അവൻ റിഫ്രെയിൻ ചെയ്യുന്നവനാണ്, അടങ്ങുന്നവനാണ്. 3, അവൻ ദൈവത്തിൻ്റെ ഡിസിപ്ലിൻ, ദൈവത്തിൻ്റെ ശിക്ഷണങ്ങൾ അവൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നവനാണ്. 4, അവൻ മതിയായ കൃപ, ബലഹീനതകൾ തികഞ്ഞു വരുന്ന, ബലഹീനതകൾ ശക്തരാക്കുന്ന കൃപ ആസ്വദിക്കുന്നവനാണ്, ലഭ്യമാകുന്നവനാണ് ക്രിസ്തുവുള്ള മനുഷ്യൻ. 5, അവൻ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നവനാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുവുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. നിങ്ങൾ അറിയുന്നുണ്ടോ? നിങ്ങൾ അറിയുന്നുണ്ടോ? ആ മനുഷ്യൻ ഞാൻ തന്നെയാണോ? ആ മനുഷ്യൻ നമ്മളുടെ ഓരോരുത്തരുമാണോ? അങ്ങനെയാണെങ്കിൽ 5 കാര്യങ്ങൾ നാം സൂക്ഷിച്ചു കൊള്ളുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ചിന്തകൾ നമ്മുടെ ആത്മീക വർധനയ്ക്കും ആശ്വാസത്തിനും കാരണമായി തീരട്ടെ. അവരുടെ നാമം നിർണ്ണയിക്കും വാഴ്ത്തും.